അസ്സാം വലൈക്കും warahmatullahi wabarakatuh. നാളെ നടക്കുന്ന 7ാം ക്ലാസ്സിൻ്റെ തസ്കിയത്തുൽ വിൽദാനിൻ്റെയും തജ്വീദുൽ ഖുർആൻ്റെയും മോഡൽ ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തത് ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക എന്നതാണ്. ഇതിലൊന്ന് 16 തവണ തേട് കുത്തിയിട്ടും ഹദീസ് ക്ലാസ് നിർത്തിയില്ല. ആരാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 2 ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിൻ്റെ പേരുകളിൽ പെടാത്തത് ഏതാണ്? അഹദാണ് അല്ലേ. 3 ഇന്നി അക്റഹു അൻ അക്കൂന ഫൗഖ, ഇത് പറഞ്ഞത് ആരാണ്? അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ആണ്. തങ്ങൾക്ക് മുകളിൽ ഞാനാവലിനെ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു. 4 അതത്ലുബു റിബ്ഹ മിമ്മാ ഫിഹി ഖുസ്റാനു, ഏതാണ് ശരി? നീ ലാഭത്തെ കൊതിക്കുന്നു നഷ്ടമുള്ള കാര്യത്തിൽ, ഏതാണ്? ഖുസ്റാനു എന്നാണ് ശരി. 5ാമത്തെ ചോദ്യം ഖൽബുൽ ഖുർആൻ എന്ന പേരുള്ള സൂറത്ത് ഏതാണ്? യാസീൻ ആണ്. 6ാമത്തത് ഈത്തൂനി എന്നതിൻ്റെ ശരിയായ പാരായണം. ഇവിടെ കൊടുത്ത ഈ ഒരു പദത്തിൻ്റെ ശരിയായ പാരായണം എങ്ങനെയാണ്? ഈത്തൂനി എന്നാണ്. ഓക്കെ. 2ാമത്തെ പ്രവർത്തനം ചേരുംപടി ചേർക്കുക എന്നതാണ്. അതിലൊന്ന് ഇസ്ഹദ് ഫി ദുന്യ, ഏതാണ്? ഓപ്ഷൻ സി ആണ്, യുഹിബ്ബുക്കല്ലാഹ്. 2 ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. 3 സഅർജിഉ ഇലൽ ബൈത്തി ഗദൻ ഔ ബഅദ അദിൻ, നാളെയോ മറ്റന്നാളോ. 4 അത്തമന്നാലക്ക രഹ്ലതൻ മുംതിഅ. 5 വഷ്തുത് യദൈക ബിഹബ്ലില്ല. ഓക്കെ. 3ാമത്തെ പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അതിലൊന്ന് സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ ഡാഷിന് തുല്യമാണ്, 1/3 തുല്യമാണ്. 2 തോഇറ എന്ന വാക്കിന് ഡാഷ് എന്നാണ് അർത്ഥം, വിമാനം എന്നാണ് അർത്ഥം. 3 ദഅഇത്തകാസുല ഡാഷ് തത്ലുബുഹ, ദഅഇത്തകാസുല ഫിൽ ഖൈറാത്തി തത്ലുബുഹ. 4 സുൽത്താനുൽ ഹിന്ദിന്റെ മക്ബറ ഡാഷിലാണ്, അജ്മീറിലാണ്. 5 മുകളിൽ സ്വാദിന്റെ തലയുള്ള ഹംസയെ ഡാഷ് ഓതുമ്പോൾ ഉച്ചരിക്കരുത്, ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കരുത്. 6 അലാ ദാവൂദ എന്നതിൽ ഡാഷ് എന്ന റസ്മുൽ ഉസ്മാനി നിയമമുണ്ട്, അൽ ഹദഫ് എന്ന റസ്മുൽ ഉസ്മാനി നിയമമുണ്ട്. 4ാമത്തെ പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഇവിടെ കൊടുത്ത ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഏത് ലിപിയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഖത്തു സുലുസ് ആണ്. 2 ഉലായിക്ക എന്നതിലെ റസ്മുൽ ഉസ്മാനി നിയമം ഏതാണ്? സിയാദത്താണ്. ഇവിടെ വാവ് ഇവിടെ സിയാദത്താണ്. ചോദ്യം 3 ഇൽമു പഠിക്കുന്നവർക്ക് വഴി എളുപ്പമാകും എവിടേക്കാണ്? സ്വർഗത്തിലേക്കാണ്. 4 ഹോസ്പിറ്റൽ എന്നതിന്റെ അറബി പദം ഏതാണ്? മുസ്തഷ്ഫയാണ്. 5 എല്ലാ ഫർദ് നിസ്കാര ശേഷവും ഓതൽ സുന്നത്തുള്ള ഒരു സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ് ആണ്. 6 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ മാസം ഏതാണ്? റബീഉൽ അവ്വലാണ്. 5 ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. അതിലൊന്ന് അല്ലാഹു തആലയുടെ സമാധാനം ഇറങ്ങും എവിടെ? റഹ്മത്ത് പൊതിയും ആരെ? ഖൗമുൻ ഇജ്തമഅ ഫീ ബൈത്തി മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും. അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ആ പരിശുദ്ധ ഖുർആൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യും? അള്ളാഹു തആലയുടെ സമാധാനം ഇറങ്ങും, അതുപോലെ റഹ്മത്ത് പൊതിയുകയും ചെയ്യും. പള്ളിയിലാണ്. 2ാമത്തത് ഖബറിലെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷ നേടാം എങ്ങനെ? മരണരോഗ സമയത്ത് 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ എന്ത് ചെയ്യും? ഖബറിലെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷ നേടാനാവും. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ താഴെ നില തെരഞ്ഞെടുത്തു. കാരണം ലികസ്റതി മൻ യഖ്ശാനാ മിനൻ നാസി, ജനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വരവ് അധികരിച്ച കാരണത്താൽ, സന്ദർശകരുടെ കൂടുതൽ ആയതിന്റെ കാരണത്താൽ. 4 അന മുസാഫിറുൻ ഇലാ മക്ക, അതിന്റെ സാരം എന്ത്? അർത്ഥം ഇതാണ്, ഞാൻ മക്കയിലേക്ക് യാത്ര പോവുകയാണ്. 5 രോഗം ഭേദമാക്കുന്നവൻ അല്ലാഹു തആലയാണ്, അറബിയിൽ എഴുതുക അഷ്ശാഫി ഹുവല്ലാഹ്. 6ാമത്തത് ലാക്കിന്ന എന്നത് വഖഫിലും വസ്ലിലും ഓതേണ്ട ശരിയായ രീതി. ചേർത്തി ഓതുമ്പോൾ അലിഫില്ലാതെ, വഖഫിൽ അലിഫോട് കൂടി. ഓക്കെ. 7ാമത്തത് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താലുള്ള നേട്ടം എന്താണ്? പാരായണം ചെയ്യുന്നവന് ദാരിദ്ര്യം പെടുകയില്ല. ഓക്കെ. 6ാമത്തെ പ്രവർത്തനം കുറിപ്പ് എഴുതാനാണ്. 5 വരിയിൽ കുറയരുത്. 1 ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ഹദീസിനോടുള്ള ആദരവ്. കാനൽ ഇമാമു മാലിക് റളിയല്ലാഹു അൻഹു ഷദീദൽ ഇഹ്തിറാമി ലി അഹാദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
فإذا أراد أن يحدث عن رسول الله صلى الله عليه وسلم اغتسل وتوضأ ولبس أحسن ثيابه وتعمم وتطيب وجلس على منصة ثم حدث ولا يزال المجلس يبخر بالعود حتى يفرغ من حديث رسول الله صلى الله عليه وسلم. രണ്ടാമത് സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വമാണ്. ലിഹാദി സൂറത്തി അസ്മാഉൻ കസീറ ഫമിൻ അസ്മാഇഹ അൽ ഇഖ്ലാസു വത്തൗഹീദു വന്നജാത്തു വസ്സമദു വൽ അസാസു വഗൈറുഹ വഷ്തമലത് ഹാദി സൂറത്തു മാ ഖിസരിഹ അലാ ഉസൂലിൽ അഖായിദിൽ ഇസ്ലാമിയ്യ തഅദീലു ഹാദി സൂറത്തു ഖുർആൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ഹുവല്ലാഹു അഹദുൻ تعديل القرآن وهي من السور التي تسن قراءتها بعد كل مكتوبة وحين يأوي إلى فراشه ورد أن من قرأ قل هو الله أحد في مرض موته 100 مرة لم يفتن في قبره وأمن من لغطة القبر وجاوز الصراط على أكف الملائكة كما ورد أن من قرأها 100,000 مرة فقد اشترى نفسه من الله فهي عتاقة من النار. Okay.